ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളന നടപടികൾ ആരംഭിച്ചു. മുക്കം ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് ഉദ്ഘാടനം ചെയ്തു. മുക്കം ഓർഫനേജ് ഓഡിറ്റോറിയത്തിൽ സഖാവ് പുഷ്പൻ നഗറിലാണ് പ്രതിനിധി സമ്മേളനം പുരോഗമിക്കുന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി മുക്കം ടൗണിൽ ദീപശിഖ റാലി സംഘടിപ്പിച്ചിരുന്നു. പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് എം.എൽ.എ. നിർവഹിച്ചു. തൊഴിലിന് പോലും സുരക്ഷയില്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് യുവതലമുറ കടന്നുപോകുന്നതെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും വിൽപ്പനയ്ക്കായി കേന്ദ്ര സർക്കാർ വെച്ചിരിക്കുകയാണെന്നും വി.കെ. സനോജ് പറഞ്ഞു. BPCL വിൽക്കാൻ വെച്ചിരിക്കുകയാണ്, HLL കൊടുത്തു, LIC കൊടുത്തു, റെയിൽവേ ഏതാണ്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇതുപോലെയുള്ള നൂറുകണക്കിന് സ്ഥാപനങ്ങൾ, അത് സീപോർട്ടായാലും എയർപോർട്ടായാലും, തിരുവനന്തപുരം വിമാനത്താവളം നമ്മുടെ മുമ്പിൽ ഉദാഹരണമാണ്, അദാനി കൊണ്ടുപോയി. അവിടെയൊന്നും ഇനി മെറിറ്റില്ല, അവിടെയൊന്നും ഇനി സാമൂഹ്യനീതിയില്ല, പൊതുപ്രവേശന പരീക്ഷയില്ല. അവിടെയെല്ലാം ഇനി കരാറടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ട അടിമ പണിക്കാർ റിക്രൂട്ട് ചെയ്യും എന്നല്ലാതെ മറ്റൊന്നും അവിടെയൊന്നുമില്ല. രക്തസാക്ഷിയായ ഷിബിന്റെ പിതാവ് ഭാസ്കരൻ സമ്മേളനത്തിന്റെ സ്നേഹാദരവ് ഏറ്റുവാങ്ങി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T. വിശ്വനാഥൻ, DYFI സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ്, ജില്ലാ സെക്രട്ടറി K. അരുൺ, സെക്രട്ടറി LG ലജീഷ്, KM സച്ചിൻ ദേവ്, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ R. രാഹുൽ, ഗ്രീഷ്മ അജയ് ഘോഷ്, M. ഷാജർ, M. വിജിൻ MLA എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് സമ്മേളനം നടക്കുന്നത്. സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും. കൈരളി ന്യൂസ്, കോഴിക്കോട്.